2003 ലോകകപ്പിൽ ഇന്ത്യ ഫൈനൽ വരെ എത്തിച്ച അദ്ദേഹം നിരവധി കിരീട വിജയങ്ങളിലേക്കും ടീമിനെ നയിച്ചിട്ടുണ്ട്. അഗ്രഷൻ എന്നാൽ എന്താണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ പഠിപ്പിച്ച നായകനായിരുന്നു അയാൾ. അടിച്ചാൽ തിരിച്ചടിക്കാൻ കളിക്കാരെ പഠിപ്പിച്ച ക്യാപ്റ്റനായിരുന്നു അയാൾ. 2011 ലോകകപ്പ് ഇന്ത്യ നേടുമ്പോൾ ആ ടീമിലെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ഉൾപ്പെടെ 11 പേരിൽ 7 പേരെയും കണ്ടെത്തി ടീമിൽ എത്തിച്ച ദീർഘവീക്ഷണമുള്ള നായകൻ കൂടിയായിരുന്നു സൗരവ് ഗാംഗുലി. പത്രക്കാർ ഹർഭജനോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ധോണിയോ അതോ ദാദയോ, ആരാണ് മികച്ച നായകൻ? ഹർഭജൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഉത്തരം വളരെ സിമ്പിളാണ്, സൗരവ് ഗാംഗുലി എന്നതാണ് എൻ്റെ ഉത്തരം. എന്നെ അദ്ദേഹം നോക്കിക്കൊണ്ടുപോയതും സംരക്ഷിച്ചതും ഞാൻ എൻ്റെ കരിയറിൽ ആരുമല്ലാത്ത സമയത്തായിരുന്നു. എന്നാൽ മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റൻ ആകുമ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ ആയിത്തീർന്നിരുന്നു. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ദാദക്ക് അറിയാമായിരുന്നു എനിക്ക് കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ ഞാനത് പുറത്തെടുക്കാൻ പ്രാപ്തനാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്നാൽ മഹേന്ദ്ര സിംഗ് ധോണിക്ക് മുമ്പ് തന്നെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി മാച്ചുകൾ വിജയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധോണിക്ക് ഞാൻ മാച്ചുകൾ ജയിപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് അറിയാമായിരുന്നു. ലൈഫിലായാലും പ്രൊഫഷണലായാലും നമ്മളെ നേർവഴിക്ക് നയിച്ചു കൊണ്ടുപോകാൻ ഒരാൾ എപ്പോഴും വേണം. എൻ്റെ കരിയറിൽ അത് സൗരവാണ്. എനിക്ക് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്നെ ഞാനാക്കിയത് സൗരവാണ്. അത്രയും കടപ്പാടാണ് എനിക്ക് അയാളോട് എന്നാണ് ഹർഭജൻ അന്ന് പത്രക്കാരോട് പറഞ്ഞത്. 2011 ലോകകപ്പ് വിജയിച്ച ടീമിലുള്ള പാതി പേരും ഇതേപോലെ ദാദ വളർത്തിക്കൊണ്ടുവന്നവരാണ്. ഇതേപോലെ പറയാൻ അവർക്കും കാരണങ്ങൾ ഒരുപാടുണ്ടായേക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിലെ വിപ്ലവ നായകനെ കുറിച്ച് പല കാലങ്ങളിലായി ക്രിക്കറ്റ് ലോകത്തെ പ്രമുഖർ പങ്കുവച്ച കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ മനസ്സിലാകും ഗാംഗുലിയുടെ മഹത്വം. ഓഫ് സൈഡിൽ ഗാംഗുലി കഴിഞ്ഞേ ദൈവത്തിന് പോലും സ്ഥാനമുള്ളൂ എന്നാണ് രാഹുൽ ദ്രാവിഡ് പറഞ്ഞത്. ദാദയെ പോലെയുള്ള ഒരു ക്യാപ്റ്റന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്നാണ് യുവരാജ് സിംഗ് മുമ്പൊരിക്കൽ പറഞ്ഞത്. സ്വന്തം ഓപ്പണർ സ്ഥാനം എനിക്ക് വേണ്ടി ഒഴിഞ്ഞു തന്ന ആളാണ് ദാദ. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും എന്നിൽ ആത്മവിശ്വാസം നിറക്കുകയും ചെയ്ത മനുഷ്യൻ. എന്നിലെ ടെസ്റ്റ് കളിക്കാരനെ കണ്ടെത്തിയതും ദാദയാണ് എന്നാണ് വീരേന്ദ്ര സെവാഗ് പറഞ്ഞത്. സംഘക്കര മുമ്പൊരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കളിക്കളത്തിൽ ആരോടും പോരിനിറങ്ങുന്ന കാര്യം എടുക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു ഗെയിംസ്മാൻ സ്പിരിറ്റിന്റെ മാസ്റ്ററായിരുന്നു സൗരവ്. ഒരു അറ്റാക്കിംഗ് കളിക്കാരനാണ് അദ്ദേഹം. ടൈം, ക്ലിക്ക്, ഹാൻഡ് എന്നിവയുടെ കാര്യത്തിൽ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട താരമാണ്. ഏറ്റവും നന്നായി കവർ ഡ്രൈവ് ചെയ്യുന്ന താരമാണ് സൗരവ് എന്നാണ് സംഘക്കാര പറഞ്ഞത്. ടിവിയിൽ കാണുമ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തനാണ്. നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം ഒരു വേറെ മനുഷ്യനാണ് എന്നാണ് മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിന് നൽകിയ സർട്ടിഫിക്കറ്റ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നായകനായി കപിൽ ദേവ് തിരഞ്ഞെടുക്കുന്നതും ഇതേ സൗരവ് ഗാംഗുലി തന്നെയാണ്. അപ്പോൾ യുവതാരങ്ങളെ കണ്ടെത്താനും വളർത്താനും അസാധ്യ മികവുള്ള നായകനായിരുന്നു സൗരവ് ഗാംഗുലി. ഇനി പരിശീലക സ്ഥാനത്തേക്ക് ഗാംഗുലി എത്തിയാലും ഇതേ രീതി തന്നെ പിന്തുടർന്നേക്കുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഗാംഗുലി ഇന്ത്യയുടെ പരിശീലകനായാൽ വലിയ വിപ്ലവം ഇന്ത്യൻ ടീമിൽ ഉള്ളിൽ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.